നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നെന്ന് പറഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേട്ടു. എന്താണ് അങ്ങേർക്ക് പൊയ്ക്കൂടെ? തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിമാരും, നമ്മുടെ മന്ത്രിമാരും, നമ്മുടെ പ്രധാനമന്ത്രിയും അവരെല്ലാം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പുറത്ത് പോകണമെന്ന് വെച്ചാൽ പോകണം. നമ്മൾ പലരും പൈസ ഉള്ളവർ പോകുന്നില്ലേ? അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. വെറുതെ ആവശ്യമില്ലാതെ കുറേ സംസാരങ്ങൾ. എനിക്ക് ശരിക്കും വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ടോ ഒന്നും എനിക്ക് ബന്ധമില്ല. ആരെങ്കിലുമായിട്ട് എതിർപ്പുമില്ല. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതുമല്ല, ഒന്നുമല്ല. ശരിക്കും പറയണമെങ്കിൽ മുഖ്യമന്ത്രി പോകുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവർ പോയി അവിടുത്തെ കാണുമ്പോൾ അവർക്ക് ശരിക്കും നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ അതുപോലെ ആക്കണമെന്ന് തോന്നുകയൊക്കെ ചെയ്യും. വിസിറ്റ് ചെയ്യണ്ടേ? മറ്റ് രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ മാറ്റങ്ങൾ വരുത്തേണ്ടതൊക്കെ അവർ പഠിക്കേണ്ടേ? അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ അനുകൂലിക്കുകയാണ് വേണ്ടത്. ഞാനതിനെ 100% അനുകൂലിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു. കുറച്ച് കാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ചില മാനസികമായിട്ടുള്ള അകൽച്ചകളൊക്കെ പല കാര്യങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കതങ്ങോട്ട് പറയാനൊന്നും വലിയ ഇതില്ല. എന്ന് വെച്ച് അദ്ദേഹത്തിനോട് ഒരു എതിർപ്പും എനിക്കില്ല. പിണറായി വിജയൻ വളരെ നല്ലൊരു മുഖ്യമന്ത്രിയാണ്. 10 വർഷം അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കാൻ പറ്റിയത് വോട്ട് കിട്ടി ജയിച്ചത് തന്നെയാണ്. അതിൻ്റെ അകത്തൊരു മാറ്റവും ഇതിൻ്റെ അകത്തില്ല. ചിലപ്പോൾ ഇനി അടുത്ത 5 വർഷം അദ്ദേഹം വരുമോയെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഇല്ലാതായേക്കാം. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന് പോയിക്കൂടെ? ഞങ്ങൾക്കതിന് എതിർപ്പില്ല. ഞങ്ങളതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനോട് അനുകൂലമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി. പിന്നെ എനിക്ക് ഏറ്റവും വലിയ പരാതി ഉള്ളത് ഈ CAമാർ നമ്മളെ അവിടെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ മെഡിക്കലായിട്ടൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാരെ എടാ പോടാന്ന് നീ എന്നൊക്കെ വിളിക്കും. അവിടെ ഒരു കൾച്ചറില്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കും. അതൊന്ന് ശരിയാക്കണം. അത് ഈ VD സതീശനാണെങ്കിലും അത് ഇനി അടുത്ത മുഖ്യമന്ത്രി ആരാണ് വരുന്നതെങ്കിലും ഇപ്പോഴത്തെ നിലവിലുള്ള മുഖ്യമന്ത്രിമാരെ ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒന്ന് പോലീസ് സ്റ്റേഷൻ ഒന്ന് നവീകരിക്കണം കേട്ടോ. വല്ലാത്ത മോശമാണ്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം ചെന്നാൽ ഇപ്പം ജനങ്ങളെ സാറെന്ന് വിളിക്കും. ഇവിടെ മാത്രം ചെന്നാൽ സംസാരിക്കാൻ പാടില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പാടില്ല. അതുപോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റുകയില്ല. അവരങ്ങോട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കണം. അഥവാ നമ്മൾ പറയുമ്പോൾ എന്താടാ നീ എന്നൊക്കെ വിളിക്കുന്ന ആ പരിപാടിയൊന്നും നിർത്തിക്കണം കേട്ടോ. ബാക്കി എല്ലാം നല്ലത് തന്നെ. മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനുമൊക്കെ നമ്മൾ പ്രാർത്ഥനകൾ നേരുന്നു. താങ്ക് യു.